അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൽഫൂസാത്ത് സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. പ്രയത്നവും പ്രാർത്ഥനയും മുഖേന സ്വഭാവഗുണങ്ങൾ പരിവർത്തിപ്പിക്കാം. മനുഷ്യൻ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാതിരിക്കുവോളം ഹൃദയത്തെ ബാധിക്കുന്ന അജ്ഞതയുടെ ഭാരം നീങ്ങുക സാധ്യമല്ല. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സമൂഹം തങ്ങളെ ബാധിക്കുന്ന ദുശീലങ്ങളെയും ക്ലേശങ്ങളെയും അകറ്റാൻ സ്വയം ശ്രമിക്കാതിരിക്കുവോളം അള്ളാഹു അവയെ അകറ്റുകയില്ല. ധൈര്യവും വീര്യവും മുഖേന പ്രവർത്തിക്കാതിരുന്നാൽ പരിവർത്തനമുണ്ടാകുന്നതെങ്ങനെ? അള്ളാഹുവിൻ്റെ അലംഘ്യമായ നടപടിക്രമമാണിത്. അള്ളാഹു പറയുന്നു, ലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല. ആകയാൽ നമ്മുടെ ജമാഅത്തോ മറ്റാരെങ്കിലുമോ ആകട്ടെ പ്രയത്നത്തോടും പ്രാർത്ഥനയോടും കൂടി പ്രവർത്തിച്ചെങ്കിലേ സ്വഭാവഗുണങ്ങളെ പരിവർത്തിപ്പിക്കാനാവുകയുള്ളൂ. അല്ലാതെ മറ്റു വഴിയില്ല. സ്വഭാവഗുണങ്ങളെ സംബന്ധിച്ച രണ്ട് പരിപ്രേക്ഷ്യങ്ങൾ. സ്വഭാവ പരിവർത്തനത്തെ സംബന്ധിച്ച് തത്വജ്ഞാനികളിൽ രണ്ടു പക്ഷമുണ്ട്. സ്വഭാവഗുണങ്ങളെ മാറ്റാൻ മനുഷ്യൻ ശക്തനാണെന്ന വിശ്വാസമാണ് ഒന്ന്. രണ്ടാമത്തെ പക്ഷക്കാരാകട്ടെ മനുഷ്യനതിന് കഴിയില്ലെന്ന് വിശ്വസിക്കുന്നു. വാസ്തവം എന്താണെന്ന് വെച്ചാൽ മടിയും അലസതയും കാണിക്കാതെ മെയ്യണങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ പരിവർത്തനം സാധ്യമാണ്. പ്രസിദ്ധമായ ഒരു കഥ ഞാൻ ഇത്തരണത്തിൽ ഓർത്തുപോയി. ഗ്രീസിലെ പ്രസിദ്ധ തത്വചിന്തകനായിരുന്ന പ്ലാറ്റോയുടെ അടുക്കൽ ഒരാൾ വന്നു. അയാൾ കവാടത്തിനടുത്ത് വന്നു നിന്ന് താൻ വന്ന വിവരം ആളെ പറഞ്ഞയച്ചു. ആഗതൻ്റെ രൂപവും ഭാവവും മനസ്സിലാക്കാത്തിടത്തോളം അകത്ത് വരാൻ പ്ലാറ്റോ ആരെയും അനുവദിച്ചിരുന്നില്ല. വ്യക്തി എങ്ങനെയുള്ളവനാണ്, എത്രക്കാരനാണ് എന്നൊക്കെ മുഖലക്ഷണം കൊണ്ട് അദ്ദേഹം വിലയിരുത്തുമായിരുന്നു. പതിവ് പോലെ ഭൃത്യൻ വന്ന് ആഗതൻ്റെ രൂപം വിവരിച്ചു കൊടുത്തു. പ്ലാറ്റോ പറഞ്ഞു, അയാളിൽ ദുസ്വഭാവങ്ങളുള്ളതിനാൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അയാളോട് പറയുക. പ്ലാറ്റോയുടെ പ്രസ്തുത മറുപടി കേട്ട ആഗതൻ ഭൃത്യനോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ ഞാൻ എൻ്റെ ദുശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വയം പരിവർത്തനം നടത്തിയിരിക്കുന്നു. അപ്പോൾ പ്ലാറ്റോ പറഞ്ഞു, തീർച്ചയായും അത് സംഭവ്യമാണ്. അങ്ങനെ അദ്ദേഹം ആ വ്യക്തിയെ അകത്തേക്ക് വിളിച്ച് അങ്ങേയറ്റം ബഹുമാനാദരങ്ങളോടെ കൂടിക്കാഴ്ച നടത്തി. സ്വഭാവ പരിവർത്തനം സാധ്യമല്ലെന്ന് ചിന്തിക്കുന്ന തത്വജ്ഞാനികൾ അബദ്ധത്തിലാണ്. കൈക്കൂലി വാങ്ങുന്നത് ശീലമാക്കിയ ജോലിക്കാർ യഥാർത്ഥ നിലയിൽ തൗബ ചെയ്യുന്നതോടെ പിന്നീട് അവർക്ക് സ്വർണ്ണമല നൽകിയാലും അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്തതായി നാം കണ്ടിട്ടുണ്ട്. തൗബയുടെ 3 നിബന്ധനകൾ. ധാർമ്മിക ഗുണങ്ങൾ സ്വായത്തമാക്കാനുള്ള മഹത്തായ പ്രേരകവും പിന്തുണയുമാണ് വാസ്തവത്തിൽ തൗബ. അത് മനുഷ്യനെ പരിപൂർണനാക്കുന്നു. അതായത് തൻ്റെ ദുർഗുണങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സത്യഹൃദയത്തോടും ദൃഢനിശ്ചയത്തോടും തൗബ ചെയ്യുക അനിവാര്യമത്രേ. തൗബക്ക് 3 നിബന്ധനകളുണ്ടെന്ന കാര്യവും ഓർക്കേണ്ടതാണ്. അവ പൂർത്തിയാകാതെ തൗബത്തുൻ നസൂഹ് എന്ന് പറയുന്ന ആ യഥാർത്ഥ തൗബ കരഗതമാവുകയില്ല. ഈ 3 നിബന്ധനകളിൽ ആദ്യത്തേത് അറബി ഭാഷയിൽ ഇഖ്ലാഅ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പൈശാചിക പ്രവണതകൾക്ക് പ്രേരകമാവുന്ന ദുശ്ചിന്തകൾ അകറ്റുക. ഹൃദയത്തിൽ ഉദിക്കുന്ന ആശയങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതൊരു വസ്തുതയാണ്. എന്തെന്നാൽ കർമ്മലോകത്ത് വെളിപ്പെടുന്നതിന് മുമ്പ് ഏതൊരു കർമ്മവും ആശയരൂപത്തിലായിരിക്കും ഉണ്ടാവുക. ആകയാൽ ആ ദുശ്ചിന്തകളെയും ചീത്ത ആശയങ്ങളെയും വർജിക്കുക തൗബയെ സംബന്ധിച്ചിടത്തോളം പ്രഥമ നിബന്ധനയാകുന്നു. ഉദാഹരണമായി, ഒരു വ്യക്തിക്ക് ഏതെങ്കിലും സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെങ്കിൽ അവളെ വിരൂപിയായി കരുതി അവളുടെ ദുർഗുണങ്ങളത്രയും തൻ്റെ ഹൃദയത്തിൽ ഓർക്കുക അയാൾക്ക് തൗബ ചെയ്യാൻ പ്രഥമമായും അനിവാര്യമാണ്. എന്തെന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുവൻ്റെ ചിന്തകൾ വളരെ ശക്തിമത്തായ നിലയിലാണ് സ്വാധീനം ചെലുത്തുന്നത്. സൂഫികൾ തങ്ങളുടെ ചിന്തകളെ ഏതറ്റം വരെ കൊണ്ടെത്തിച്ചുവെന്നാൽ അവർ മനുഷ്യനെ കുരങ്ങിൻ്റെയോ പന്നിയുടെയോ രൂപത്തിൽ കണ്ടുവെന്ന് അവരുടെ വിവരണങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലുള്ള നിറമാണ് ചാർത്തപ്പെടുന്നതെന്ന് ചുരുക്കം. ആകയാൽ പൈശാചിക ആസക്തികൾക്ക് കാരണമാകുന്ന ചിന്തകൾ നിർമൂലനം ചെയ്യുക. ഇതാണ് പ്രഥമ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന നദുമാകുന്നു.
അതായത് ഖേദവും പശ്ചാത്താപവും പ്രകടിപ്പിക്കുക. ഏതൊരു മനുഷ്യനും തിന്മ ചെയ്യുമ്പോൾ അവൻ്റെ അന്ധകരണം അവനെ താക്കീത് ചെയ്യുന്നു. ദുഷ്പ്രകൃതക്കാരനായ മനുഷ്യനാകട്ടെ ഈ കഴിവിനെ പ്രയോജനം നൽകാത്ത ഒന്നായി വിഗണിച്ചു കളയുന്നു. ആകയാൽ പാപതിന്മകൾ വന്നുപോയാൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. ഈ അനുഭൂതികൾ അത്രയും ക്ഷണികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആനന്ദാനുഭൂതികൾ ഓരോ പ്രാവശ്യവും കുറഞ്ഞു വന്ന് ഒടുവിൽ വാർദ്ധക്യദശയിൽ കഴിവെല്ലാം നശിച്ച് ദുർബലമായി തീരുമെന്ന് മനസ്സിലാക്കുക. അവസാനം ഈ ലൗകിക സുഖങ്ങളെല്ലാം വിട്ടൊഴിയേണ്ടി വരും. അതുകൊണ്ട് ഐഹിക ജീവിതത്തിൽ തന്നെ ഈ ആനന്ദാനുഭൂതികൾ വിട്ടൊഴിയുന്നവയാകയാൽ അവയിൽ ആസക്തരാവുന്നതുകൊണ്ട് എന്ത് കിട്ടാനാണ്? തൗബയിലേക്ക് തിരിയുകയും ദുശ്ചിന്തകളെയും ഹൃദയത്തിലൊതുക്കുന്ന ചീത്ത ആശയങ്ങളെയും പിഴുതെറിയാൻ ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ വളരെ ഭാഗ്യം ചെയ്തവനാകുന്നു. ഈ മാലിന്യങ്ങളും അശുദ്ധികളും വിട്ടൊഴിയുന്നതോടെ താൻ ചെയ്തു പോയതിൽ ഖേദിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ നിബന്ധന അസമാകുന്നു. അതായത് ഈ തിന്മകളിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. തൻ്റെ ദൃഢനിശ്ചയത്തിൽ അയാൾ നിലകൊള്ളുമ്പോൾ അള്ളാഹു ആ വ്യക്തിക്ക് യഥാർത്ഥ തൗബ ചെയ്യാനുള്ള സൗഭാഗ്യം തന്നരുളുന്നതാണ്. ഏതുവരെ എന്നാൽ തിന്മകൾ തികച്ചും അയാളെ വിട്ടൊഴിഞ്ഞ് തൽസ്ഥാനത്ത് സൽഗുണങ്ങളും ശ്രേഷ്ഠ കർമ്മങ്ങളും സ്ഥാനം പിടിക്കുന്നതാണ്. ഇതത്രേ ധാർമ്മിക ഗുണങ്ങളുടെ വിജയം. ഇതിനുള്ള ശക്തിയും കഴിവും തന്നരുളുക അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. എന്തെന്നാൽ അവൻ തന്നെയാണ് സകല ശക്തികളുടെയും കഴിവുകളുടെയും ഉടമസ്ഥൻ. അവൻ അരുളുന്നു, അന്നൽ ഖുവ്വത ലില്ലാഹി ജമിയ, സകല കഴിവുകളും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. മനുഷ്യൻ ദുർബലനും ബലഹീനനുമാകുന്നു. ഖുലിഖൽ ഇൻസാനു ളഈഫ എന്നതാണ് യാഥാർത്ഥ്യം. ആകയാൽ അള്ളാഹുവിൽ നിന്ന് ശക്തിയാർജിക്കുന്നതിനായി ഉപര്യുക്ത 3 നിബന്ധനകളും നിവർത്തിച്ച് മനുഷ്യൻ മടിയും അലസതയും ഉപേക്ഷിക്കുകയും സ്ഥിരാവശ്യത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു സ്വഭാവ ഗുണങ്ങളെ പരിവർത്തിപ്പിക്കുന്നതാണ്. യഥാർത്ഥ ശക്തനാര്? നമ്മുടെ ജമാഅത്തിന് ശരീരപുഷ്ടിയും ഫയൽമാന്മാരുടെ കരുത്തുമുള്ളവരെയല്ല ആവശ്യം. മറിച്ച് സ്വഭാവ ഗുണങ്ങളിൽ പരിവർത്തനം സംജാതമാക്കിക്കൊണ്ടേ പോകാൻ കഴിവുള്ളവരെയാണ് ആവശ്യം. പർവ്വതത്തെ ഇളക്കി മറിക്കാൻ കഴിവുള്ളവനല്ല വാസ്തവത്തിൽ യഥാർത്ഥ ശക്തൻ. മറിച്ച് സ്വന്തം സ്വഭാവ ഗുണങ്ങളെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ളവനാണ് യഥാർത്ഥ ധീരൻ. ആകയാൽ സകല ശക്തിയും ധൈര്യവും ചെലവഴിച്ച് സ്വഭാവ പരിവർത്തനം വരുത്താൻ ഓർക്കുക. എന്തെന്നാൽ ഇതുതന്നെയാണ് യഥാർത്ഥ ശക്തിയും ധീരതയും. മൽഫൂസാത്ത് വാള്യം 1 പേജ് 118 മുതൽ 120 വരെ. വ ആഖിറുദ്ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.